പുകയുടെയൊക്കെ മണം അടിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ആ മോനെ നല്ല നെയ്യുള്ള അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 11 കിലോയുണ്ട്. വളരെ സിമ്പിളായിട്ട് അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. കുട്ടി എങ്ങനെ ആരംഭിക്കുമല്ലേ? ചെറിയ പീസിലായിട്ട് നമ്മൾ മുറിക്കണം. നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. കൊഴുപ്പ് കണ്ടോ? മസാല ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അത് ചിക്ക ആ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കേ ആ ഇറച്ചിയുടെ കളർ കണ്ടോ? പിടിച്ചോ. എന്ത് സാധനം ഉണ്ടല്ലോ തീക്കകത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ടേ ഈ കല്യാണത്തലേന്ന് ബീഫ് അതൊക്കെ ഉരുളിക്കകത്ത് തീയൊക്കെ ഇട്ടുണ്ടാക്കുമല്ലോ. പക്ഷെ അന്നേരം നമുക്കിങ്ങനെ വന്നിട്ട് ഇളക്കാനൊക്കെ തോന്നും. പക്ഷെ കാരണവന്മാർ അടുപ്പിക്കത്തില്ല. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തെന്ന് പറയാൻ ഉപ്പും വെള്ളവും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ മറ്റേ മസാലയാണ്. പറ്റി വരും കേട്ടോ. ആ ചാറിൻ്റെയൊക്കെ ഒരു കൊഴുപ്പ് വയ്ക്കേ. നമ്മൾ സ്പൈസിയത്തിൻ്റെ ബീഫ് ഫ്രൈ മസാലയാണ് എടുക്കുന്നത്. ഇതിനകത്ത് മസാലയുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. സവോള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ടേസ്റ്റ് 100% ഗ്യാരണ്ടി ആട്ടോ. ഇതൊരു സാധാരണ വീട്ടമ്മ നടത്തുന്ന ഒരു സംരംഭമാണ്. താല്പര്യമുള്ളവർ ഓർഡർ ചെയ്തോ. ലോകത്തിന് എങ്ങോട്ട് വേണമെങ്കിൽ അയച്ചു തരും. 20 വെറൈറ്റി സാധനങ്ങളുണ്ട്. വെറൈറ്റീസ് ഒന്നുമില്ല. ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോ, ഒന്നും പറയാനില്ല. വലിയ കമ്പനിയൊന്നുമല്ല, പക്ഷേ ടേസ്റ്റിന് 100% ഗ്യാരണ്ടിയാണ്. കുക്കിങ്ങിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും ഉണ്ടല്ലോ ഇതേ സെയിം കളറ് ഈ സെയിം ടേസ്റ്റിൽ കിട്ടും എന്നുള്ളതാണ്. തന്നിരിക്കുന്ന അപ്പം അല്ലെങ്കിൽ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അപ്പമാണ്. എൻ്റെ അവിടുത്തെ ഒരു പീസ് അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ. തേങ്ങാക്കൊത്ത് നെയ്യുള്ള പീസ്. ഞാൻ അടുത്തിടയ്ക്കൊന്നും ഇതുപോലത്തെ ബീഫ് ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല. നോക്കിയേ,